നമസ്കാരം. സിനിമാ നടനായി തുടരാനാണ് പരിപാടിയെങ്കിൽ വോട്ടും വാങ്ങി തങ്ങളെ വഞ്ചിക്കരുതായിരുന്നു എന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ ഇപ്പോൾ പറയുന്നത്. MP ആയി കേന്ദ്രമന്ത്രിയായി ജനങ്ങളെ സേവിക്കും എന്ന് പറഞ്ഞാണ് ജനങ്ങളോട് വോട്ട് തേടിയത്. എന്നിട്ടിപ്പോൾ അതെല്ലാമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാതെ സിനിമാ അഭിനയത്തിലേക്ക് തിരികെ പോകാനാണ് സുരേഷ് ഗോപി താല്പര്യം കാണിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമാഭിനയത്തിനായി ഉടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തുമെന്നാണ് പുതിയ വിവരം. BJP ഉന്നത നേതൃത്വം തത്വത്തിൽ സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന് അനുമതി നൽകിയതായാണ് റിപ്പോർട്ട്. ഔദ്യോഗിക അനുമതി ഉടൻ ഉണ്ടാവുമെന്നും കേൾക്കുന്നു. 8 ദിവസമാണ് ആദ്യ ഷെഡ്യൂളിൽ അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി വീണ്ടും താടി വളർത്തി തുടങ്ങി. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന് ആവശ്യമായ വിധത്തിൽ താടിയും വളർത്തിയാണ് സുരേഷ് ഗോപി നേരത്തെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അനുമതി അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം സുരേഷ് ഗോപി താടി വടിച്ചു. അതോടെ സിനിമാ മോഹം ഉപേക്ഷിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ അനുമതി ലഭിച്ചത്. സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രം ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് 29-ന് തുടങ്ങും എന്നാണ് വിവരം. കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ. സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് താരം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും അഭിനയിക്കാൻ അനുവാദം ലഭിക്കാത്തതിനെ തുടർന്ന് സിനിമ ഇതുവരെയും തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ. 2020-ൽ പ്രഖ്യാപിച്ച ചിത്രം പിന്നീട് മുടങ്ങിപ്പോയിരുന്നു. ഷാജി കൈലാസിന്റെ പൃഥ്വിരാജ് ചിത്രമായ കടുവയുമായി സാമ്യമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം നിയമക്കുരുക്കിൽ അകപ്പെട്ടു. പാല, കൊച്ചി, മംഗളൂരു, മലേഷ്യ എന്നീ ലൊക്കേഷനുകളിലായിരിക്കും ചിത്രീകരണം എന്നാണ് അറിയുന്നത്. 25 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്. ബിജു മേനോൻ, മുകേഷ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ, ജോണി ആന്റണി, സുധി കോപ്പ എന്നിവരും ചിത്രത്തിൽ ഉണ്ടാവും. നായികയും വില്ലനും ബോളിവുഡിൽ നിന്നായിരിക്കും. സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം എന്നാണ് അണിയറക്കാർ അവകാശപ്പെടുന്നത്. ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്. MP ആയതോടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ പോലും പണം വാങ്ങാതെ പങ്കെടുക്കില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് നേരത്തെ വിവാദമായിരുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിലല്ല, സിനിമാ താരം എന്ന നിലയിലാവും താൻ എത്തുക എന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ സിനിമാ താരം എന്ന നിലയിൽ നിന്ന് ജനപ്രതിനിധി എന്ന നിലയിലേക്ക് തനിക്ക് മാറാനാവില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. സിനിമയിലേക്കുള്ള മടക്കം അക്കാര്യം ഒന്നുകൂടി ശരിവച്ചിരിക്കുകയാണ്. ഇതോടെ തൃശൂരിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി കാണും: മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്.